ദേ ഇറങ്ങുവാണോ? വരുമ്പോഴ് റേഷൻ കൂടി വാങ്ങിട്ട് വരണം. അരിപ്പെട്ടിയിൽ 1 മണി അരിയില്ല. ഓ, ഞാൻ വരാൻ ഇത്തിരി കഴിയും. വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം. പിന്നെ ആ പച്ചക്കറി കടയിന്നേ എള്ളോളം പൊതിനയിലയും കൂടെ വാങ്ങിക്കൊണ്ടും കേട്ടോ. ചമ്മന്തി അരയ്ക്കാനാ. ചമ്മന്തി അല്ലല്ലോ, കുഴിമന്തി അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. ആ കരിമന്തിയും കുഴിബോംബും ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഇവിടെ ഇതെന്തോ പറ്റി? ഈ കൊച്ചു വീടിൻ്റെ മുറ്റത്ത് ഇത്ര തിരക്ക് വരാൻ കാര്യം? ബൈക്കുകൾ മാത്രമല്ല, കാറുകളും ഉണ്ടല്ലേ. കുറേ പേര് കാത്തു നിൽക്കുന്നുമുണ്ട്. എന്തെങ്കിലും അത്യാഹിതം വല്ലോ, അതോ മരണമോ മറ്റോ ആയിരിക്കുമോ? ഛേ, അങ്ങനെ വരാൻ വഴിയില്ല. ആ, ഒരു ബോർഡ് കാണുന്നല്ലേ. എന്തോന്ന്? അതിഭീകര നാടൻ ഭക്ഷണം, പഴങ്കഞ്ഞിക്കട, മൺചട്ടിയിൽ പഴങ്കഞ്ഞിയും പച്ചമുളകും. അപ്പം അതാണ് കാര്യം. പഴിഞ്ഞു കുടിക്കാൻ വന്നവരുടെ തിരക്കാണ്. റിട്ടയർഡ് തഹസീൽദാർ, പെൻഷൻ പറ്റിയ സ്കൂൾ വാദ്യാർ, ചന്തയിൽ കടക്കാശ് പിരിക്കുന്ന പൊന്നപ്പൻ. അത് പട്ടാളം കുട്ടപ്പനല്ലേ ചാരി നിന്ന് ചട്ടിയിൽ നിന്ന് കോരി കുടിക്കുന്നത്? ദേ കടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ അണ്ണനല്ലേ? അകത്താക്കിയിട്ട് വരുന്ന വരവാണ്. അണ്ണോ, അണ്ണ, ഇതെന്തരണ്ണ അവിടെ? പങ്കജാക്ഷടാ, ഞാൻ റേഷൻ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അതിനിത് റേഷൻ കടയല്ലല്ലേ, പഴങ്കഞ്ഞിക്കടയല്ലേ? തന്നെ. റേഷൻ കടയിൽ ചെന്നപ്പോഴുണ്ട് അവിടെ ഒരുപാട് ആള്. മേശപ്പുറത്താണെങ്കിൽ കാർഡുകൾ അട്ടിയായിരിക്കണം. അവിടെ നിന്ന് ആർഭാദമില്ലെന്ന് മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് നടന്നു. ഇങ്ങോട്ടൊക്കെ വന്നിട്ടും കുറേ ദിവസം ആയല്ല. വന്നപ്പം കാണണേ ഇവിടെ ഒരാൾക്കൂട്ടം. നമ്മുടെ വാസുക്കുട്ടനും ബെമ്പറന്നവരും കൂടെ തുടങ്ങിയ പഴങ്കഞ്ഞിക്കട ഉദ്ഘാടനം. അണ്ണാ, ഇപ്പൊ ഏതിൻ്റെ കൂടെയും നാടൻ എന്ന് എഴുതി വെച്ചാൽ മതി, ജനം തള്ളിക്കേറും. 2 ദിവസം മുമ്പ് ഒരാവിയും അനക്കവും ഇല്ലാതെ കിടന്ന സ്ഥലമാ. അത് പോട്ട്. അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പുതിയ കട കാണാനാ പഴങ്കഞ്ഞി കുടിക്കാനാ? ഉള്ളത് പറയാമല്ലോ പങ്കു. കാലത്തെ വീട്ടിൽ നിന്ന് പതിവുള്ളതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇവിടെ വന്ന് പഴങ്കഞ്ഞിയും തൈരും പച്ചമുളകും എന്നൊക്കെ കേട്ടപ്പം മനസ്സ് പഴയ കാലത്തേക്ക് പോയി. എന്നെ തന്നെ എനിക്ക് പിടിച്ചാ കിട്ടൂലെന്നായി. വന്നപ്പോൾ ഇത്രയും ആളില്ലായിരുന്നേ. അപ്പം നമ്മളെ റേഷൻ ഇവിടെ തന്നെ അങ്ങ് ഉറപ്പിച്ച് അങ്ങ് വരി പിടിച്ചു. എന്തായാലും വാസുക്കുട്ടന്റെ സമയം തെളിഞ്ഞെന്നാ തോന്നുന്നത്. അണ്ണാ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. നിനക്കെന്ത് പറ്റിയാടാ പങ്കു? സംഗതി കിടുവാ. ആ തടിവെഞ്ചിലിരുന്നേ പഴങ്കഞ്ഞിയും ഇന്നലത്തെ സാമ്പാറും മീൻചാറും മരിച്ചീനിയും ഒക്കെ തട്ടിവിടുന്നത് ആരൊക്കെയെന്ന് അണ്ണനൊന്ന് നോക്കിയാണ്. വീട്ടിലാകാരം ഗുളിക പോലെയും ഗുളിക ആഹാരം പോലെയും കഴിക്കുന്ന മാന്യശ്രീമാരല്ലേ? അതാ പറയുന്നത്, ഏത് ഏറ്റത്തിനും ഒരിറക്കമുണ്ടെന്ന്. പങ്കു, എന്തെണ്ണ? അപ്പോഴെത്തിയതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടി. ഇപ്പോഴായിരുന്നെങ്കിൽ അങ്ങോട്ട് ദർശിക്കാൻ പറ്റൂല. എന്തൊരു തള്ളും ഇടിയും. നോക്ക് കണ്ടാ? പണ്ടൊക്കെ രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാ പഴങ്കഞ്ഞിയാണ് കുടിച്ചതെങ്കിൽ അവൻ വിഷയം മാറ്റിക്കളയുമായിരുന്നു. ഉള്ളത്. ഇന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചവൻ പഴങ്കഞ്ഞി കുടിച്ചവന്റെ മുമ്പിൽ ചെറുതായിപ്പോ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. വംശനാശം നേരിട്ടുകൊണ്ടിരുന്ന പഴങ്കഞ്ഞിയെ നാട്ടിലെ ജനപ്രിയ വിഭവമാക്കി മാറ്റിയ വാസുക്കുട്ടനും സഹധർമ്മിണിക്കും വലിയ നമസ്കാരം. പഴങ്കഞ്ഞി എന്നതൊക്കെ സാഹിത്യ ഭാഷയാണെന്നാ. നമ്മുടെ നാട്ടിലെ പഴിഞ്ഞി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. എടേ, അത് പറഞ്ഞപ്പോഴാണ് പങ്കു നിന്നെ നാട്ടുകാർ വിളിച്ചിരുന്നത് പഴിഞ്ഞി പങ്കജാക്ഷ എന്നല്ലായിരുന്നോടെ? അതണ്ണൻ അറിയാമല്ലേ? പിന്നെ അറിയാതെ ഒരുമാതിരി അയയിലിട്ട പഴംതുണി പോലെ ഉള്ളവരല്ലേ ഈ പഴിഞ്ഞി എന്ന് വിളിക്കണത്? അതൊക്കെ പണ്ട്. ഇന്ന് ഏതിനും ഒരു പഞ്ച് വേണമെങ്കിൽ നമ്മൾ ഈ പഴങ്കഞ്ഞിയും നാടനും ഒക്കെ പ്രയോഗിക്കണം. നാടൻ കോഴിക്കറി, നാടൻ മൺകലത്തിലെ ചോറ്, നാടൻ തട്ടുകട. നാടൻ കൊണ്ട് നാട് നന്നാക്കുക എന്നാണ് പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴെങ്കിലും അത് നടന്നു കണ്ടല്ലോ. പൊതുജനത്തിന്റെ കണ്ണിലല്ലേ പൊടിയിടാൻ പറ്റൂ. പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, ബിജു കല്ലുവാതുക്കൽ, അഞ്ജന ശ്രീകുമാർ. രചന രാജ്മോഹൻ കുവളശ്ശേരി.